130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വിവസ്ത്രനാക്കി 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് പൂക്കോടല്ലേ? തെരുവിൽ കിടന്ന ഒരു ബാലികയെ അതിക്രൂരമായി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്ന് ചവറ്റുകുട്ടയിലെറിയുന്നു. അതങ്ങ് ആലുവയിലല്ലേ? 5 പേർ ചേർന്ന് ഒരു വീട്ടമ്മയെ സ്വന്തം മകന്റെ മുന്നിലിട്ട് പീഡിപ്പിച്ച ശേഷം ആ വീട്ടമ്മ തെരുവിലൂടെ അർദ്ധനഗ്നയായി ഇറങ്ങി ഓടുന്നു. അതങ്ങ് കഠിനംകുളത്തല്ലേ? ഭക്ഷണം മോഷ്ടിച്ചതിന് മധു എന്ന് പറയുന്ന ഒരു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. അതങ്ങ് അട്ടപ്പാടിയിലല്ലേ? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് വന്നു? പക്ഷേ എത്ര നിശബ്ദനാക്കിയാലും ഏതൊക്കെ കൽത്തുറുങ്കിൽ അടച്ചാലും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടിയേ പറ്റൂ. കാരണം ഈ കേരളം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ കേരളമാണ്. അയ്യ വണക്കം. മിണ്ടാത്തതെന്തേ എന്റേതായ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ രായ തേനൊലിയോ തേങ്ങയോ. കുറച്ച് സെലക്റ്റീവ് പ്രതികരണ തൊഴിലാളികളെ പൊളിച്ചെടുക്കാനുണ്ട്. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ അങ്ങോട്ടേക്ക് വായുമ്പോളൊന്ന് നോക്കിക്കൊണ്ടിരുന്നു അവിടെ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ പോലും കേരളത്തിൽ മെഴുകുതിരി കത്തിക്കലായി, അനുശോചനം രേഖപ്പെടുത്തലായി, പന്തം കൊളുത്തി പ്രകടനമായി, ജസ്റ്റിസ് ഫോർ ഡാഷ് 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 എന്ന് പറയുന്ന ഹാഷ്ടാഗുകളായി. അങ്ങനെയുള്ള കേരളത്തിൽ ഇതുവരെ നമ്മുടെ കേരളത്തിലെ സെലിബ്രിറ്റികൾ ആരും തന്നെ സിദ്ധാർത്ഥന്റെ കാര്യം അറിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരതകൾ അനുഭവിക്കാമോ അത്രത്തോളം ക്രൂരതകൾ അനുഭവിച്ച് ആ മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയ ആ വാർത്ത കേരളത്തിലെ ഒരു സെലിബ്രിറ്റികളും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വലിയ പുത്തരിയായിട്ടുള്ള വാർത്തയൊന്നുമല്ല. എന്നിരുന്നാലും നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ സമയാസമയം പറഞ്ഞു തന്നെ പോകണമല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ രായപ്പൻ എന്നറിയപ്പെടുന്ന പൃഥ്വിരാജ് സാർ ഇതൊന്നും കണ്ട മട്ടില്ല. പക്ഷേ പൃഥ്വിരാജ് സാർ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിഭീകരമായി പ്രതികരിക്കുകയും പോസ്റ്റുകൾ ഇടുകയും അതിഭീകരമായി മുറവിളി കൂട്ടുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് അറിയാവുന്ന പല സാഹചര്യങ്ങളും കേരളത്തിൽ പലതവണ ഉരുതിരിഞ്ഞു വന്നിട്ടുള്ളതായിട്ടും നമുക്കറിയാം. ലക്ഷദ്വീപ് വിഷയം വന്നപ്പോഴും പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും ഇപ്പോഴെല്ലാം പൃഥ്വിരാജിന് വലിയ രീതിയിലുള്ള വെപ്രാളമായിരുന്നു. പിന്നെ ഒരു ഗ്യാസിന്റെ ഗുളിക വാങ്ങിച്ച് തിന്നപ്പോഴാണ് അതൊക്കെ തീർന്നത് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് വിഷയം വന്നപ്പോഴൊക്കെ പൃഥ്വിരാജ് സാറ് എൻ്റെ ലക്ഷദ്വീപിനെ തകർക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ആ ക്യാമ്പയിന് തുടക്കം കൊടുത്തു വെച്ചത് നമ്മുടെ പൃഥ്വിരാജ് സാറാണ്. പിന്നെ അത് കഴിഞ്ഞ് പൃഥ്വിരാജ് സാർ അവിടെ അനാർക്കലി എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ലക്ഷദ്വീപുകാർ എന്തിനാണ് ഇത്രയധികം ഓർത്തഡോക്സ് ആകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ നേരത്തെ കൈരളിയുടെ തന്നെ ഒരു ചാനലിൽ ചെയ്ത പല ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഴങ്കഥ, അതൊക്കെ അങ്ങോട്ട് പോട്ടെ. പിന്നെ CAA സമയത്ത് പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം വരുന്ന സമയത്ത് റെവല്യൂഷൻ ഈസ് ഹോം ഗ്രൗൺ, അതായത് വിപ്ലവം നമ്മുടെ മണ്ണിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞാൽ കലാപാഹ്വാനമാണ്, അത് വേറെ കാര്യം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്ത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും വളരെ ഇമ്മച്യൂറായിട്ടും സെലിബ്രിറ്റീസ് ഒക്കെ പ്രതികരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും മെച്യൂറായിട്ട് ആ സമയത്ത് പ്രതികരിച്ചത് ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ള ദുൽഖർ സൽമാൻ മാത്രമേ ഉള്ളൂ. ദുൽഖർ സൽമാൻ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ആ പ്രതിഷേധത്തോട് ദുൽഖർ സൽമാന്റെ പ്രതികരണം എന്ന് പറഞ്ഞത് നമ്മുടെ നാടാണിത്, അതുകൊണ്ട് പ്രതിഷേധമൊക്കെ ആകാം, പക്ഷെ നമ്മുടെ നാട്ടിന് ഹാനി വരുത്തുന്ന രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വളരെ മെച്യൂറായിട്ടായിരുന്നു ദുൽഖർ സൽമാൻ പ്രതികരിച്ചത്. ബാക്കിയെല്ലാ മൊണ്ണകളും കണക്കായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ സമയത്ത് അതിക്രൂരമായിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പൈശാചികമായിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുകയാണ്. നമ്മളെ പാകിസ്ഥാൻ പട്ടാള ക്യാമ്പിലേക്ക് ഇന്ത്യൻ പട്ടാളക്കാരെ ആരെങ്കിലും വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോലും ഇത്ര ഭീകരമായിട്ട് ഒരാളെ ചിത്രവധം ചെയ്യില്ല. അത്ര ഭീകരമായിട്ടാണ് സിദ്ധാർത്ഥനെ ചിത്രവധം ചെയ്തിരിക്കുന്നത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അടക്കം പറയുന്നത്. കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള ഈ ഒരു വിഷയം ഉണ്ടായ ശേഷം കേരള സിംഗമായിട്ടുള്ള രായപ്പനെ നമുക്ക് കാണാനില്ല. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ എന്ന് വായുമ്പോൾ ചിരിക്കുകയായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ രായപ്പൻ മാത്രമല്ല, സുരാജ് വെഞ്ഞാറമ്മൂട് പോലെയുള്ള വേറെ കുറെ മൂടുകളുണ്ട്. ആ മൂടുകളും പല മൂടുകളുടെ മൂട് താങ്ങുന്ന മൂടുകളെയും ഈ ഏരിയയിലോട്ട് കാണാനില്ല എന്നുള്ളതും വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ എത്രയധികം നികൃഷ്ടമായി കൊല്ലാൻ പറ്റുമോ അത്രയധികം നികൃഷ്ടമായിട്ടാണ് കൊന്നിരിക്കുന്നത് എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയധികം നികൃഷ്ടമായിട്ട് ഒരു കൊലപാതകം, അതും SFI എന്ന് പറയുന്ന ഒരു കാബാലിക കൂട്ടം നടത്തിയിട്ട് കേരളത്തിലെ സെലിബ്രിറ്റികളെല്ലാം അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുകയാണ്. അല്ല, നമുക്കൊരു കാര്യം ചോദിക്കണമല്ലോ. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മോഹൻലാൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് മുറവിളി കൂട്ടുന്ന കമ്മി കൂട്ടങ്ങളെന്നും ഇപ്പൊ ഈ ഏരിയയിലോട്ട് കാണാനില്ല. സാംസ്കാരിക
വൈകാരിക നായകന്മാർ പിന്നെ കൂട് തുറന്ന് പുറത്തിറങ്ങി കുരയ്ക്കാനുള്ള ടൈമായില്ല. അവർക്ക് കുരയ്ക്കാനുള്ള സമയം വരണമെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു കാക്ക വല്ലതും കറണ്ട് അടിച്ച് വല്ലതും ചാവണം, എങ്കിൽ മാത്രമേ അവർ കൂട് തുറങ്ങി പുറത്തിറങ്ങി കുരയ്ക്കുകയുള്ളൂ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സെലിബ്രിറ്റികളായിട്ടുള്ള വ്യക്തികൾ ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്തലന്മാരാകുന്നത് ഒരു നാടിന് ഭൂഷണമല്ല എന്ന് കൃത്യമായി പറയാനായിട്ട് ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്, സുഹൃത്തുക്കളെ ഉപയോഗിക്കുകയാണ്. പക്ഷേ യാതൊരു പ്രതീക്ഷയില്ല, അത് വേറെ കാര്യം. എന്ത് തന്നെയാലും നമ്മൾ പറഞ്ഞു വന്നത് സിദ്ധാർത്ഥൻ്റെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും. ഇത്ര ഭീകരമായിട്ടുള്ളൊരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് പോലും കേരളത്തിലെ ഒരു സെലിബ്രിറ്റികളും വാ തുറന്നിട്ടില്ല. അതിൽ നമ്പർ 1 ആയിട്ട് വാ തുറക്കാതിരിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധത ഭയങ്കര മുട്ടി നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വാ തുറക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമൊന്നുമില്ല. ആ സാമൂഹിക പ്രതിബദ്ധം മുട്ടി നിന്ന് പല കാര്യങ്ങളിലും ആ പ്രതിബദ്ധത ഇങ്ങനെ വാരി വെതറുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, ഇവിടെ വേറൊരു സംഭവം നടന്നല്ലോ, മൂക്കിന്റെ താഴെ, അത് കണ്ടില്ല? അങ്ങ് 100-200 കിലോമീറ്റർ അപ്പുറം നടക്കുന്ന ഒരു കാര്യം കണ്ടു, ഈ മൂക്കിന്റെ താഴെ അതിലും ഭീകരമായിട്ടൊരു കാര്യം നടക്കുന്നു, അതൊന്നും കാണുന്നില്ല. അതൊക്കെ നമ്മുടെ അണ്ണൻ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കൂടാ, അതൊക്കെ നമ്മുടെ അണ്ണന് ഇഷ്ടമുള്ളിടത്ത് പ്രതികരിക്കും എന്നൊക്കെ ആയിരിക്കും രായപ്പൻ്റെ ഫാൻസോളികൾ വന്ന് കിടന്ന് പെരവാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ പ്രതികരിച്ചോ? ഒരു കുഴപ്പമില്ല. ആർക്കും ഏത് വിഷയത്തിലും എപ്പോൾ വേണമെങ്കിലും സെലക്റ്റീവായിട്ടോ സെലക്റ്റീവ് അല്ലാതെയോ പ്രതികരിക്കാം. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് തുറന്നു കാട്ടാനായിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് കൂടെ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ രായപ്പൻ്റെ സിനിമയായിട്ടുള്ള ലൂസിഫറിൽ പറയും പോലെ, അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പറയുമ്പോൾ നീ വിചാരിച്ചില്ലല്ലേടെ ഇപ്പുറത്തും അതുപോലെ ഒരാൾ ഉണ്ടായിരിക്കുമെന്ന്. അതേ സെയിം സംഭവമാണ് ഇവിടെ നടക്കുന്നത് എന്നങ്ങ് മനസ്സിലാക്കി അങ്ങ് ആശ്വസിച്ചോ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇനി പറഞ്ഞു വന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് എല്ലാ പത്രങ്ങളിലും, മനോരമയ്ക്ക് അത് വെണ്ടക്ക അക്ഷരത്തിൽ വിത്ത് മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കണ്ട ആർക്കും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇതാണ് ആ ഫോട്ടോ. സിദ്ധാർത്ഥൻ്റെ ദേഹത്തെ പരിക്കുകൾ എന്ന് പറഞ്ഞ് മനോരമ കൊടുത്തിരിക്കുന്നതാണ്. നോക്കിയേ, വലത് ചെവിയുടെ മുകളിൽ ഉരഞ്ഞപാട്, ഇരു ചുമലുകളിലും ചതഞ്ഞപാട്, പിന്നിലേക്ക് ചവിട്ടി വീഴ്ത്തിയപ്പോൾ സംഭവിച്ചതാകാം. നെഞ്ചിന്റെ വലതുഭാഗത്ത് ചതവ്, നെഞ്ചിന്റെ പിന്നിൽ കറുത്ത പാടോടുകൂടി ചതവുകൾ, നെഞ്ചിന്റെ പിന്നിൽ കഴുത്തിന് താഴെ വരെ ചതവുകൾ ചവിട്ടിയപ്പോഴുണ്ടായതായിരിക്കാം. മുഖത്തിന്റെ ഇടതുഭാഗത്ത് താടിയല് വരെ ഉരഞ്ഞതിന്റെ ഒട്ടേറെ പാടുകൾ, കഴുത്തിന് ചുറ്റും എന്തോ വസ്തു ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച മൂലം രക്തം പൊടിഞ്ഞ പാട്, കഴുത്തിൽ 9 സെന്റിമീറ്റർ മുകളിലായി തലയോട്ടിയിൽ ചതവുകൾ, നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ചതവ്, വയറിന്റെ മുൻഭാഗത്ത് ചതഞ്ഞ പാട്, ആന്തരിക പേശികളിൽ ചതവ്, ദേഹത്തുടനീളം ഒട്ടേറെ ഗുരുതര പരിക്ക്. ഇവയ്ക്കെല്ലാം 2-3 ദിവസത്തെ പഴക്കം. ദേഹത്ത് പലയിടത്തും 1.5 സെന്റിമീറ്റർ വരെ വീതിയുള്ള ചതവ്. ഇത് ഇലക്ട്രിക് വയർ വെച്ച് അടിച്ചപ്പോൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇനി ചതയാനായിട്ട് ആ പാവത്തിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിക്കുകയാണ്. പാകിസ്ഥാൻ ക്യാമ്പിൽ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ കിട്ടിയാൽ പോലും അവർ ഇത്ര ഭീകരമായിട്ട് അവനെ കൊല്ലാക്കൊല ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അത്ര ഭീകരമായിട്ടാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നത് SFIയുടെ കാബാലിക കൂട്ടം. ഇത്ര വലിയൊരു വിഷയം കേരളത്തിൽ ഉണ്ടായിട്ടും, ഉത്തരേന്ത്യയേക്കാൾ നടുക്കുന്ന ഒരു വിഷയം കേരളത്തെ നടുക്കിക്കൊണ്ടിരുന്നിട്ടും ഇതുവരെ നമ്മുടെ സെലിബ്രിറ്റി പുങ്കവന്മാർക്കൊരു നടുക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി വിഷയങ്ങൾ വരുമല്ലോ, ഷേവ് ഗാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ. അപ്പോൾ അത് കണ്ടവല്ല, കായൽ വഴി ഓടാനായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ പറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. സേവ് ഗാസ, സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞു വരും. ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ രായപ്പനോട് ഒരു ചോദ്യം, ആ ലക്ഷദ്വീപിന് പിന്നെ എന്ത് സംഭവിച്ചു? പ്രഫുൽ ഖോഡ പട്ടേൽ വന്ന് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ അങ്ങ് പിടിച്ച് വിഴുങ്ങിയ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ലക്ഷദ്വീപിനെ 2ആയിട്ട് കീറി മുറിച്ച, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ബംഗാൾ ഉൾക്കടലിലോട്ടും അങ്ങോട്ട് ഒഴുക്കി വിട്ട, അതാണ് ലക്ഷദ്വീപിന് സംഭവിച്ചത്. മറിച്ച് ലക്ഷദ്വീപിന് ഉയർച്ച മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ലക്ഷദ്വീപിലെ ആൾക്കാരെ മാലിദ്വീപിലെ പ്രസിഡന്റ് അവിടെ കിടന്ന് അപമാനിച്ചപ്പോൾ വീണ്ടും അണ്ണാക്കിലെ പിരിവെട്ടിയോലും ഇരിക്കുകയാണ്. കാരണം മോദി അല്ലല്ലോ അപമാനിച്ചത്, മാലിദ്വീപിലെ പ്രസിഡന്റ് അല്ലേ. മാലിദ്വീപിലെ പ്രസിഡന്റ് ഇന്ത്യക്കാരായ ലക്ഷദ്വീപിലുള്ള ആൾക്കാരെ അപമാനിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല. അതും നമ്മൾ വേണമെങ്കിൽ മോദിയുടെ തലയിലെടുത്തിട്ടുണ്ട്. കാരണം മോദി കാരണമാണ് ഇവരെ അപമാനിച്ചത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു പരത്തും. അപ്പോൾ ഒരു പ്രശ്നമില്ല, ഇന്ത്യക്കാർക്കൊന്നും ഒരു വൃത്തിയില്ല എന്നാണ് മാലിദ്വീപിലെ പ്രസിഡന്റ് പറഞ്ഞത്. ബോളിവുഡ് നടന്മാരൊന്നടങ്കം മോദി വിരോധികൾ പോലും അതിൻ്റെ പിന്നിൽ അണിനിരന്ന് ആ പ്രസ്താവനയെ അപലപിച്ച് ഇനി ഒരുത്തന്മാർ പോലും മാലിദ്വീപിലോട്ട് പോകരുത് എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ആകപ്പാട് ആ പ്രസ്താവന പറയാനായിട്ട് ഉണ്ണി മുകുന്ദൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു വസ്തുത എന്ന് പറയുന്നത്. പിന്നെ CAA NRC വന്നു കഴിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം നരേന്ദ്രമോദി പിടിച്ച് പുറത്താക്കിയോ? ഒരു മുസ്ലിമിന് പോലും പൗരത്വം പോകില്ല എന്ന് അന്ന് ആണയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞു. എന്നിട്ട് പോലും ഇത്രയും വലിയൊരു കലാപം വലിയ രീതിയിൽ സെലിബ്രിറ്റികളുടെ അടക്കം ഒരു മൗനാനുവാദത്തോടു കൂടി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നെ അതൊക്കെ നമ്മൾ അടിച്ചൊതുക്കി ചാക്കി കിട്ടി, അത് വേറെ കാര്യമാണ്. അതിന് ആണുങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പിപ്പിടിയൊന്നും അവിടെ വില പോകില്ല എന്ന് രാജപ്പനടക്കമുള്ള ടീംസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. അത് കഴിഞ്ഞ് പൗരത്വ ഭേദഗതി നിയമം വന്നു കഴിഞ്ഞ ശേഷം വീണ്ടും രാജ്യം മുന്നോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാജ്യം
ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾക്ക് ആകപ്പാടെ പറയാനായിട്ട് ഒരു അഴിമതി ആരോപണമില്ല, ഒരു കൊച്ചു കൊച്ചു കുംഭകോണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നാണ് ആലോചിക്കുന്നത്. അതില്ല. പോരാത്തതിന് ആകപ്പാടെ നരേന്ദ്രമോദിയെ നോക്കി ഉന്നയിക്കാൻ പറ്റുന്ന ഏക ആരോപണം എന്ന് പറയുന്നത് സിംഹത്തിന്റെ പേര് മാറ്റി. എന്താണ് സിംഹത്തിന്റെ പേര് രാമൻ എന്നുള്ള പേര് മാറ്റി അക്ബർ എന്നാക്കി. ഇങ്ങനെ പറയാൻ മാത്രമേ കൊള്ളാളൂ. അടുപ്പുകല്ല് കൂട്ടി അപ്പുറം അപ്പുറം ഇരുന്നുകൊണ്ട് സിംഹത്തിന്റെ പേര് മാറ്റി പൂച്ച പ്രസവിച്ചു, പട്ടി തുടലും പൊട്ടിച്ചുകൊണ്ട് ഓടി എന്നൊക്കെയുള്ള വാർത്തകളായിരിക്കും നിങ്ങൾ കേന്ദ്രത്തിനെതിരെ അതിഭീകരമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ വളരെ വലിയ രീതിയിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സെലക്റ്റീവ് പ്രതികരണ തൊഴിലാളികളെ ജനം നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ലക്ഷദ്വീപിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വരുമ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ വാളെടുക്കുകയും എന്നാൽ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയെ മുഴുവൻ, ലക്ഷദ്വീപിലെ ജനങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുമ്പോൾ അവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, പക്ഷേ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.